ഹായ് ഹലോ ഫ്രണ്ട്സ്. സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമൻ തന്നെ മനോജിനെ പറഞ്ഞയക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ തൻ്റെ കൂട്ടുകാരനെയായിട്ട് വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ ബലരാമൻ. എന്നിട്ട് തല്ല് കൊടുത്തതിന് ശേഷം തന്നെ നല്ല വിഷമത്തോടു കൂടി തന്നെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എന്നെ അവർ തല്ലി, രാമൻ എന്നെ തല്ലി എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് സാരമില്ല, നിനക്കിടയ്ക്ക് കിട്ടുന്നത് തന്നെയല്ലേ, അതിനിപ്പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, എന്നാലും നമ്മൾ എന്തിനാ അമ്മേ ഇവിടെ വെറുതെ നിൽക്കുന്നത്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ അപമാനിക്കുകയല്ലേ ഇവർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് പോകണോ, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ അത് നമ്മളിവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അപ്പോഴത്തേനും രാമിൻ്റെ അമ്മ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ, എന്താ നീ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്, രാമൻ എന്നെ തല്ലി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയല്ലേ, അത് ശരിയാണ്, ഇവൻ നല്ല രീതിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇവനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ ആൻറ്റി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൈസ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നീ കയ്യിൽ വെച്ചോ എന്ന് പറയുമ്പോൾ വേണ്ട ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നീ വെച്ചോ, നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നീ എന്നോട് തന്നെ ചോദിച്ചാൽ മതി എന്ന് പറയുന്നു. അവൻ്റെ കൂടെ നീ എന്നും ഉണ്ടാവണം എന്നും പറയാണ്. അതിനുശേഷം തന്നെ അമ്മയും മകനും കൂടി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നീ കണ്ടോ, ഈ പൈസ നിനക്ക് കിട്ടിയില്ലേ, ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഈ വീട് ഒരിക്കലും ഉപേക്ഷിച്ച് പോകാനായിട്ട് പാടില്ല. ഇതാണ് പൊന്മുട്ടയിടുന്ന വീടെന്ന് പറയില്ലേ, അങ്ങനെ നമുക്ക് ഓരോ മുട്ടകൾ വീതം നമുക്ക് എടുക്കാം. അല്ലാത്ത പക്ഷം ഇവിടുന്ന് പോയാൽ നമുക്കൊന്നും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ താറാവിനെ കൊല്ലണ്ട അല്ലേ മമ്മി എന്ന് പറയുന്നുണ്ട്. അതാണ് വേണ്ടതെന്നും പറയുകയാണ്. അതിനുശേഷം കൃഷിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത്. കൃഷിൻ്റെ അനിയത്തി വന്നിട്ട് കൃഷ്ണനോട് വളരെ നന്നായിട്ട് തന്നെ സംസാരിക്കുമ്പോൾ കൃഷ്ണാണെങ്കിലോ ബലരാമൻ വന്നിട്ട് തൻ്റെ അച്ഛനും അമ്മയും സ്വാധീനിച്ചു എന്ന രീതിയിൽ കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അനിയത്തി എന്ത് പറഞ്ഞിട്ടും കൃഷ് അനങ്ങുന്നില്ല. നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നീ ഒന്ന് പോയി ഇവിടുന്ന് എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി അനിയത്തി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ സാഗർ അവിടേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. എന്താ പ്രശ്നം? ഒന്നും പറയണ്ട, മനസ്സ ചേച്ചി എന്തെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ നല്ല മൂടൊന്നല്ല നിങ്ങളുടെ മകന് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോയി തരാം, എന്നോട് പോകാനാണ് പറഞ്ഞതെന്നും പറയുകയാണ്. അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്നത്, നീ ഇവിടെ നിൽക്കുക എന്ന് പറയുകയാണ് സാഗർ. അതിന് ശേഷം തന്നെ കൃഷി എന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? അത് ഇവളോട് എനിക്ക് മനസ്സിന് നല്ല സുഖമില്ല, ഇവളോട് പോകാൻ പറഞ്ഞിട്ട് ഇവളെ കേൾക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇവൾ പായിച്ച് ഞാനെന്ന് പറയുന്നു. എന്തായാലും മനസ്സൊക്കെ ക്ലിയർ ആവട്ടെ. അപ്പോൾ ചോക്ലേറ്റും അതുപോലെ പുറത്തൊക്കെ കൊണ്ടുപോയി കറക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ ദേഷ്യം ഇന്ന് വരെ മാറില്ല എന്നും അനിയത്തി പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അനിയത്തി പോകുന്നു. അങ്ങനെ സാഗറും കൃഷും കൂടി നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്താ മോനെ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് അച്ഛാ, ഒരു ബലരാമൻ വന്നതിന് ശേഷം ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവൻ്റെ വലയിൽ കുടുങ്ങിയ പോലെയാണല്ലോ എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നു. അവൻ നല്ല പയ്യനാണ്, അതുകൊണ്ടാണ് അവൻ്റെ സത്യസന്ധത ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് പറയുന്നു. എല്ലാവരും കൊല്ലാൻ വരുന്നവരെല്ലാവരും നല്ല രീതിക്ക് സൗമ്യമായി സംസാരിച്ചിട്ടാണല്ലോ അച്ഛാ വരുന്നത് എന്ന് പറയുന്നു. നിനക്ക് അവനെ കണ്ടാലും മനസ്സിലാവും, അവൻ്റെ പെരുമാറ്റവും അവൻ്റെ ആ രീതികളും എല്ലാം തന്നെ നല്ല രീതിയാണ്. നിന്നെപ്പോലെയാണ് ഞങ്ങൾക്ക് അവനെ തോന്നിയതും, ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെയല്ല എന്ന് പറയുന്നു. നീ ഒരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ ആ തെറ്റിദ്ധാരണയും മാറിക്കിട്ടും കൃഷ്ണനും കൃഷ്ണനോട് സാഗർ പറയുന്നുണ്ട്. എനിക്കങ്ങനെ മാറിക്കിട്ടൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ ഞാൻ അവനെ ശരിയാക്കുമായിരുന്നു എന്ന് പറയുന്നു. നീ ഇപ്പോൾ ദേഷ്യം കാണിക്കുന്നതെല്ലാം അവനെ കണ്ടാൽ മാറും. നിനക്കറിയോ, നിൻ്റെ പ്രായത്തിനും അവൻ്റെ പ്രായത്തിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ ഞാൻ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ എനിക്കൊരു ഗ്രൂപ്പുമായിട്ട് പണ്ടൊരു ബിസിനസ് ഗ്രൂപ്പുമായിട്ട് നല്ലൊരു പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ആ ഗ്രൂപ്പിനെ തോൽപ്പിച്ചിട്ടാണ് അലിക ഡിസൈൻസ് ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വാശിയും ഒരു വൈരാഗ്യമൊക്കെ എനിക്ക് അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ബലരാമിൽ ഞാൻ അത് തന്നെയാണ് കണ്ടത്. പക്ഷേ അവനിൽ കണ്ട ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നില്ല. എല്ലാവരോടുള്ള കരുണ അതെനിക്ക് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്കെല്ലാം വെട്ടിപ്പിടിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന രീതിയിലൊക്കെ സാഗർ പറയുന്നത്. ഒരു പക്ഷേ ബലരാമൻ്റെ അച്ഛനും അമ്മയെയും തോൽപ്പിച്ച് തന്നെയാണ് സാഗർ അലിക ഡിസൈൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു ദേഷ്യം തീർക്കാൻ തന്നെയാണ് ബലരാമൻ വന്നിട്ടുള്ളത്. കൃഷ്ണനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകും, പക്ഷേ സാഗറിനാണെങ്കിലും ഒന്നും തന്നെ മനസ്സിലാവാനായിട്ട് ശ്രമിച്ചിട്ടില്ല. നീ ഇങ്ങനെ വാശിയും വെറുപ്പും കാണിക്കാതെ നല്ല രീതിക്കൊന്ന് ചിന്തിക്കും മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും തന്നെ സാഗർ പറയുന്ന ഒന്നും തന്നെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ബലരാമൻ ഒരു ഭീഷണി സ്വരത്തിലാണ് വന്നിട്ടുള്ളതെന്ന് തന്നെയാണ്
സാഗറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം തന്നെ അമ്മായിമാരെ കാണിക്കുന്നുണ്ട്. അമ്മായിമാർ സംസാരിക്കുന്നുണ്ട്. ഈ വീട് ഒരു മരണ വീട് പോലെയാണല്ലോ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും മിണ്ടുന്നില്ല. ഒന്നാമത് കൺമണിയാണെങ്കിൽ എപ്പോഴും മുഖം വീർപ്പിച്ചുകൊണ്ട്, ധനലക്ഷ്മിയാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താണെന്നറിയാത്ത വളരെ വിഷമം തോന്നുന്നു ഞങ്ങൾക്ക് എന്ന രീതിയിലൊക്കെ 3 പേരും കൂടി സംസാരിക്കുന്ന ആ സമയത്താണ് മനോജ് അവിടേക്ക് വരുന്നുണ്ട്. മനോജിനോട് സംസാരിക്കുന്നുണ്ട് അമ്മായിമാർ. എന്താ മനോജ് ഇവിടെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങളറിയേണ്ട ഒരാവശ്യമില്ല എന്ന രീതിയിൽ മനോജ് പറയുന്നു. നീ നിങ്ങളൊന്ന് പോയത് പറഞ്ഞിട്ട് അമ്മായിമാർ പറഞ്ഞയച്ചു കൊടുത്ത ആ സമയത്ത് തന്നെയാണ് കൺമണി അച്ഛനും അതുപോലെ ധനലക്ഷ്മി കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് മനോജ് പറയുന്നുണ്ട് കൺമണിയോട്, നാളെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യണം. നിന്നോട് പറഞ്ഞില്ലേ ഡിസൈൻസിൽ നിന്ന് റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് BR ഡിസൈനിൽ ജോലി അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോരാനായിട്ട് പറ്റില്ല ഏട്ടാ. മാനസ മേഡം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തീർക്കാതെ എനിക്ക് ഒരിക്കൽ നിന്നും അലികയിൽ നിന്ന് പുറത്ത് വരാനായിട്ട് പറ്റില്ല എന്നും കൺമണി മനോജിനോട് പറയുകയാണ്. മനോജ് പറയുന്നുണ്ട്, എന്താ കൺമണി ഈ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട്, നിൻ്റെ ഏട്ടനല്ലേ ഇത്, നിൻ്റെ ഏട്ടൻ അല്ലേ നിന്നെ ഇത്രയും വലുതാക്കിയത്. അപ്പോൾ നീ ഏട്ടൻ പറയുന്ന ഒന്നും കേട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത് എന്ന രീതിയിലൊക്കെ ദേഷ്യത്തോട് സംസാരിക്കുന്നുണ്ട്. കൺമണിയാണെങ്കിലോ മനോജൊരു കർക്കശമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഞാൻ ഇപ്പോൾ റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.